നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രയാസം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കണ്ണീരും സങ്കടവും എന്താണ്? അത് നിങ്ങളൊന്ന് പറയാൻ പറഞ്ഞപ്പോ അതിൽപ്പെട്ട ഒരു കൂട്ടുകാരൻ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ അല്ലാഹുവിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളും കണ്ണീരുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരൂഹതകളും എല്ലാം വെച്ചുകൊണ്ട് ഞാൻ എന്റെ റബ്ബിനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒരുപാട് കരഞ്ഞു, ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു. പക്ഷേ ജാബിർ തങ്ങളെ, എന്റെ ആ ഒരു ആഗ്രഹങ്ങൾ ഇതുവരെയും സാധിച്ചിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, രണ്ടാളുകൾ, രണ്ട് കൂട്ടരുള്ള മജ്ലിസിലേക്ക് നിങ്ങൾ കടന്നു പോകണം. ആ മജ്ലിസിൽ നിങ്ങൾ കടന്നു പോയിരുന്നിട്ട് അവരോടൊപ്പം അവർ ആമീൻ പറയുമ്പോ, അവര് ദുആ ചെയ്യുമ്പോ അവരോടൊപ്പം നിങ്ങളും കൂടെ കൂടിച്ചേരണമെന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ മഹാനായ ജാബിർ തങ്ങളോട് ചോദിച്ചു, ആ രണ്ട് വിഭാഗമാരാണ്? ഒന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളാണ്, അള്ളാഹുവിന്റെ കലാമിനെ മനഃപ്പാടമാക്കുന്ന മക്കളാണ്. ആ മക്കളുള്ള മജ്ലിസിൽ നിങ്ങൾ പോകണം. അവർ അള്ളാഹുവിന്റെ കലാമുമായി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമുമായി എപ്പോഴും ബന്ധം സ്ഥാപിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ അരികത്ത് പോയിരുന്ന് അവരുടെ സാന്നിധ്യമുള്ള മജ്ലിസിൽ നിങ്ങൾ ദുആ ചെയ്യണം. രണ്ടാമത് പറഞ്ഞു, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ട് കടന്നു വരുന്ന ആലിമീങ്ങൾ, ഇൽമ പഠിക്കുന്നവർ, ഫിഖ്ഹിനെ പറ്റി പഠിക്കുന്നവർ, അള്ളാഹിന്റെ ഹബീബിന്റെ ഹദീസുകൾ പഠിക്കുന്നവർ, അങ്ങനെ ഉള്ളവരുടെയും മജ്ലിസുകളിൽ നിങ്ങൾ കടന്നു പോകണം. നിങ്ങളുടെ ദുആക്ക് ഉത്തരമുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കേട്ട് പഠിച്ചു മനസ്സിലാക്കി ഇദ്ദേഹം തന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ആൺമക്കളോട് പറഞ്ഞു, മക്കളെ, നമുക്കൊരു യാത്ര പോകാനുണ്ട്. മക്കളും ബാപ്പയും തമ്മിൽ യാത്ര ആരംഭിച്ചു. നടന്നു പോകുമ്പോ രണ്ട് മക്കൾ ഒരു ബാപ്പയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പഠിക്കുന്നുണ്ട്. ആ ഖുർആൻ പഠിക്കുന്ന ആ രണ്ടും മക്കളുടെ അരികത്ത് ഈ ബാപ്പയും മക്കളും പോയിരുന്നു. ആ സമയം അവിടെ നിന്ന് പാരായണം ചെയ്യുന്നത് സൂറത്തുൽ ബഖറയാണ്. നല്ല മനസ്സോടുകൂടി, നല്ല നീയത്തോടുകൂടി ഈ മക്കൾ ഖുർആൻ പഠിക്കുകയാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലാക്കിയ ഈ ബാപ്പയും മക്കളും അവരുടെ അരികത്തിരുന്നു. മക്കൾ ഓതാൻ തുടങ്ങി, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ആയത്തുകൾ ബാപ്പയുടെ മുമ്പിൽ മക്കൾ ഓതിക്കൊടുക്കാൻ ഇവരൊന്നും മനസ്സുകൊണ്ട് കരുതിയില്ല. അവരോടൊപ്പം സംസാരിക്കണമെന്ന് ആഗ്രഹമില്ല. ഒരൊറ്റ നീയത്ത്, ആഗ്രഹങ്ങൾ അല്ലാഹു തആല സഫലമാക്കണം, എന്റെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റണം. ആ ഒരൊറ്റ നീയത്തോടെ അവിടെ പോയിരുന്നു കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതുന്ന മക്കളുടെ മുമ്പിൽ നീയത്ത് വെച്ച് അവർ എഴുന്നേറ്റ് പോകാൻ നേരം പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. ചോദിച്ചു, എന്താ ചെയ്യേണ്ടുന്നത്? എന്റെ മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്, ആ വിഷമങ്ങളൊന്ന് മാറണം. ദുആ ചെയ്തു. നല്ല നീയത്തോടെ, നല്ല മനസ്സോടെ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ആ പുന്നാര മക്കൾ അവിടുന്ന് ചോദിക്കുന്നു, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അവിടുന്ന് പറഞ്ഞു, ഇല്ല. നിങ്ങൾ എന്റെ സങ്കടമെന്ന് പറഞ്ഞപ്പോ, വിഷമമെന്ന് പറഞ്ഞപ്പോൾ അതിലെന്റെ എല്ലാ ആഗ്രഹങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ദുആ ഇരക്കുമ്പോ ഞങ്ങൾക്ക് കൂടെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ പുന്നാര മക്കളുടെ കയ്യിൽ ഒരു ഹദിയ കൊടുത്തുകൊണ്ട് ബാപ്പയും മക്കളും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, 7 ദിവസം പോലുമായില്ല, ഇതേ ബാപ്പയും മക്കളും തിരിച്ചു വരികയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ കാണുമ്പോ അൽഹംദുലില്ലാഹ് നല്ല മനസ്സോടെ അരികത്ത് പോയിരിക്കുകയാണ്. ആ സമയമാണ് അവരിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുകള് അല്ലാഹുവേ മനസ്സിന് വല്ലാതെ മാറ്റം വരുത്തുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു
ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ഓതുമ്പോ അത് കേട്ടുകൊണ്ടിരുന്ന് മനസ്സിലാക്കിയിട്ട് ഹദിയ കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്തിട്ട് പറയാ, വലക്കൽ ഹംദു യാ അല്ലാഹ് വലക്കൽ ശുക്റു യാ അല്ലാഹ്. അല്ലാഹുവേ, വർഷങ്ങൾ കൊണ്ട് കരഞ്ഞവനാ, വർഷങ്ങൾ കൊണ്ട് സങ്കടപ്പെട്ടവനാ, വർഷങ്ങൾ കൊണ്ട് ദുഃഖിച്ചവനാണ്. എപ്പോഴാ, ഏത് സമയത്താണ് അല്ലാഹുവിന്റെ ആഗ്രഹങ്ങളെ സഫലമാക്കുന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കണ്ണുനീരൊലിപ്പിച്ചിട്ട് വല്ലാത്ത സങ്കടത്തിൽപ്പെട്ടവനാണ്. ഇന്നീ മക്കളുടെ അരികത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് അവിടന്ന് ആമീൻ പറഞ്ഞ് ഞാൻ കടന്നു പോകുമ്പോ അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് തരികയാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹു നിങ്ങൾക്ക് സമ്പത്തുകൾ തന്നിട്ടുണ്ടല്ലോ, ആ സമ്പത്തിൽ നിന്ന് ചിലവഴിക്കാൻ പറയുമ്പോ നിങ്ങൾ ഏതിനാ ചിലവഴിക്കുന്ന എന്നൊരു ഖുർആൻ ഓതിയിട്ടൊരു ചോദ്യം ചോദിക്കുമ്പോ ഈ വന്ന മനുഷ്യൻ അവിടെ നിന്ന് സങ്കടത്തോടെ എന്ത് പറയണമെന്നറിയില്ല. അവിടെ നിൽക്കുന്ന സമയം അദ്ദേഹം പറയുന്നു, ഖുർആനെ പഠിക്കാൻ ഒരുങ്ങി വരുന്ന മക്കളുണ്ടോ, അതിന് ചെറിയവരാകട്ടെ അതിന് വലിയവരാകട്ടെ, അങ്ങനെ ഉള്ളവരെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവർക്ക് വേണ്ടി സഹായിക്കുമോ, അവരോടൊപ്പം സഹകരിക്കുമോ? കാരണം എന്തെന്നറിയുമോ, നിങ്ങളെങ്കാണമങ്ങ് മരിച്ചുപോയാൽ നിങ്ങളുടെ മക്കള് നിങ്ങളുടെ അരികത്ത് വന്നില്ല എങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ അരികത്ത് വന്നില്ലെങ്കിൽ, നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ച മക്കളുണ്ടല്ലോ, ചിലവിന് കൊടുത്ത മക്കളുണ്ടല്ലോ, അരികത്തി ചേർത്ത് പിടിച്ച മക്കളുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട മക്കള് നല്ല മനസ്സോടെ ഒരു ഖുർആൻ ഓതുമ്പോ പടച്ചവനെ നിങ്ങളവരെ സഹായിച്ചവരാണ്, നിങ്ങളവരെ സ്നേഹിച്ചവരാണ്, നിങ്ങളവരെ ഇഷ്ടപ്പെട്ടവരാണ് എന്നാ അണമുറിയാതെ അതിന്റെ പ്രതിഫലം മരിച്ചു കിടക്കുന്ന നമ്മുടെ ഖബറിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ചുമരിൽ തട്ടിയിട്ട് പറഞ്ഞു വിടുകയാ. ഇദ്ദേഹം വീടിന്റെ അകത്തട്ടിലേക്ക് ചെന്നു. അവിടെ 7 ഒട്ടകങ്ങളെ പിടിക്കുകയാണ്. അതുമായിട്ട് യാത്ര തിരിക്കും. എവിടെയാ അള്ളാന്റെ കലാം പഠിക്കുന്ന മക്കൾ എവിടെയാ ഉള്ളത്, ഖുർആൻ പഠിക്കുന്ന മക്കൾ എവിടെയാ ഉള്ളത് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് തിരക്കിയിട്ട് കൊണ്ടുവന്ന് ഇതിൽ നിന്ന് വല്ലതും ലഭിച്ചാൽ അള്ളാന്റെ കലാം പഠിക്കുന്ന മക്കൾക്ക് നിങ്ങൾ കൊടുക്കണേ എന്ന് പറഞ്ഞ് ഗുരുനാഥന്റെ കയ്യിൽ കൊടുത്തിട്ട് കടന്നു വരുമ്പോ അൽഹംദുലില്ലാഹ്, ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, എന്റെ സഹോദരങ്ങളെ, നിങ്ങളെത്ര ഭാഗ്യമുള്ളവരാണ്, നിങ്ങളെത്ര സന്തോഷമുള്ളവരാണ്. നമ്മുടെ മുമ്പിൽ അള്ളാന്റെ കലാമിനെ മനപ്പാടമാക്കിയ മക്കൾ വന്നിട്ടുണ്ടല്ലോ. ആ പ്രിയപ്പെട്ട മക്കൾക്ക് 1 രൂപയെങ്കിലും കൊടുത്തവരുണ്ടോ? ഒരു നല്ല വർത്തമാനം പറഞ്ഞവരുണ്ടോ? സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചവരുണ്ടോ? വല്ലാഹി വല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകർ, ലോകത്തിന്റെ രാജകുമാരൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തത്, അലിയേ, എന്റെ കലാമിനെ പഠിക്കുന്നവരാരാ, അതിനെ സഹായിക്കുന്നവരാരാ, അതിനു വേണ്ടി ഒരുമിച്ച് കൂടുന്നവരാരാ, അവര് വിജയിച്ചു സഹാബാ. കാരണം എന്താ? അതെന്റെ റബ്ബിന്റെ കലാമല്ലേ സഹാബാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാമിനെ ഹൃത്തടത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന ആ പ്രിയപ്പെട്ട മക്കളെ ഏറ്റെടുക്കുന്നവരാരാണ്, അവര് വിജയിക്കുന്നതാണ്. അവര് സങ്കടപ്പെടണ്ട, അവര് വിഷമപ്പെടണ്ട, അവര് ദുഃഖിക്കണ്ട. അതുമാത്രവുമല്ല, അവരുള്ള സദസ്സിൽ കടന്നു പോയിട്ട് എന്ത് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അള്ളാന്റെ കലാമിനെ പഠിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കടന്നു വരുമ്പോ നമുക്കിവിടെ അവസാനിപ്പിക്കണം. ഒരുപാട് സമയമൊന്നുമില്ല, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇല്ലേ, ഈ നാടെത്ര ഭാഗ്യമുള്ളതാണ്.
ഖുർആൻ പഠിച്ചു നടന്നു നീങ്ങും വഴിയല്ലോ അജബിന്റെ പാഠം നിരന്ന ദീനിൽ കുടമല്ലോ അഹദായ റബ്ബിന്റെ പ്രീതി നേടും വഴിയല്ലോ അറിവിന്റെ ലോകത്തെ വെള്ളി നിലാവായി വന്നല്ലോ. അള്ളാന്റെ കലാമിനെ പഠിക്കുന്നവർ, അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നവർ, ആ കലാമ് പഠിക്കുന്ന, അത് പഠിപ്പിക്കുന്ന മജ്ലിസിലേക്ക് ഏതൊരാള് കടന്നിരുന്നിട്ട് ദുആ ചെയ്യുന്നോ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്, അല്ലാഹു തട്ടിക്കളയൂല എന്നാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഞാനിത് പറയുമ്പോ എനിക്കൊന്നുമല്ല, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് വലിയ വലിയ പണ്ഡിത വരണ്യന്മാർ, ഉസ്താദുമാർ, ഞാൻ ഇത് വെറുതെ പറയല്ല, മൈക്ക് കിട്ടിയപ്പോ വെച്ചലക്കല്ല. ഉസ്താദുമാരോട് ചോദിച്ചു നോക്ക്, അള്ളാഹുവിന്റെ കലാമിന് വലിയ പവറാണ് അല്ലേ? ഖുർആൻ ജീവിതത്തിൽ സന്തോഷകരമായി കൊണ്ടുവരുന്ന ഏതൊരാളും വിജയിച്ചു. ഏത് വലിയ സങ്കടത്തിനും, ഏത് വലിയ ദുഃഖത്തിനും, ഏത് വലിയ ടെൻഷനും പരിഹാരം അള്ളാഹുവിന്റെ കലാമാണ്. ഇനിയിപ്പോ അസുഖം വരുമ്പോ അവിടുന്ന് ഖുർആൻ മാത്രമേ ഓതാവൂ ഉസ്താദ് പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോകണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മനുഷ്യന്റെ വിശ്വാസമാണ്, ഒരു മനുഷ്യന്റെ ഈമാനാണ് അള്ളാഹുവിന്റെ കലാമ് കൊണ്ട്, അള്ളാഹിന്റെ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് എന്റെ രോഗം മാറുമെന്ന്. ഖുർആനെ മുറുകെ പിടിച്ചോ. ഇവിടെ ഇരിക്കുന്ന ഈ ഉസ്താദുമാരൊക്കെ അതിന് അൽഹംദുലില്ലാഹ് അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല ഇവിടെ ഇരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാൻ, യുവാക്കളോട്, ഉമ്മമാരോട്, ഇപ്പൊ നമ്മുടെ കാലഘട്ടം മോശമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അള്ളാഹുവിന്റെ കലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് കടന്നു വരുന്നവരാരാണ്? അവര് 100% വിജയിക്കും. ഏത് സങ്കടം വന്നോട്ടെ, അള്ളാന്റെ കലാമിനൊന്ന് മുറുകെ പിടിക്ക്. അതുകൊണ്ടാണ് മദീനത്തിന്റെ മുത്ത് സങ്കടത്തിൽ, വിഷമത്തിൽ കിടക്കുമ്പോ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് വിളിച്ചത് അല്ലേ, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ്യുഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. ഉടൻ തന്നെ അല്ലാഹുവിന്റെ മാലാഖമാരിൽ ക്യാപ്റ്റനായ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്നുകൊണ്ട് കടന്നു വന്നുകൊണ്ട് വിളിക്കാണ്, യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പ് മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന നബിയേ, എന്ത് കിടത്തമാണ് ഹബീബേ, എഴുന്നേക്കുമോ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ നബിയെ, അല്പമൊന്ന് നിസ്കരിക്കണേ നബിയെ. അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പിന്നീട് അവിടെ നിന്ന് പറഞ്ഞത് വറത്തിൽ ഖുർആൻ തർതീലാ. എന്തിനാ സങ്കടപ്പെടുന്നത് ഹബീബേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ, പവിത്രമായ, പരിപാവനമായ കലാമ് തർതീലായി നല്ലതുപോലെ പാരായണം ചെയ്യണേ നബിയേ. കിടന്നുറങ്ങല്ലേ ഹബീബേ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്തഫ നബി തങ്ങൾക്ക് ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് കടന്നു വന്നത് അള്ളാഹുവിന്റെ കലാമാ. എന്തിനേറെ സയ്യിദുനാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്കൊന്ന് കടന്നു പോവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. ചെന്നുകൊണ്ട് സലാം പറഞ്ഞു. സലാം അടക്കിയെങ്കിലും എന്തോ വല്ലാത്തൊരു സങ്കടമുണ്ട് മുസ്തഫ നബി തങ്ങൾക്ക്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു മാറിയിരിക്കുകയാണ്. എന്ത് പറ്റി റബ്ബേ, എന്റെ ഹബീബിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ, സങ്കടമുണ്ടല്ലോ, പ്രയാസമുണ്ടല്ലോ, എന്ത് പറ്റിയെന്നറിയാതെ വേദനയോട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇരിക്കുകയാ. അങ്ങനെ നിസ്കാരത്തിന്റെ ടൈമായി, നിസ്കാരം കഴിഞ്ഞു. ഹബീബിന്റെ പൂമുഖത്തേക്ക് നോക്കുമ്പോ എന്ത് പ്രകാശമാണ്. ഉടൻ തന്നെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകരുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് സലാം പറഞ്ഞിട്ട് ചോദിക്കാം, യാ ഹബീബല്ലാഹ്,
എന്തേ നബിയെ സങ്കടപ്പെട്ടിരുന്നത്? എന്തിനാ വിഷമിച്ചിരുന്നത്? എന്തിനാ ദുഃഖിച്ചിരുന്നത്? അത് കണ്ടിട്ട് എനിക്ക് സഹിച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂ തൽഹ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, അബൂ തൽഹ, ഇവിടത്തേക്ക് ഞാൻ കടന്നിരിക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടമായിരുന്നു. ആ സങ്കടത്തോടിരിക്കുമ്പോഴാണ് അല്ലാഹുവേ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് സൂറത്തുൽ ഹശറിലെ ആയത്ത് ഓതി തന്നത്. ഹുവല്ലാഹുല്ലദീ لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. സൂറത്തുൽ ഹശറിലെ അല്ലാഹുവേ സൂറത്തുൽ ഹശറിലെ 3 ആയത്തുകൾ ഇങ്ങനെ ഓതുകയാണ് മുസ്തഫ നബി തങ്ങൾ. ഈ വരായത്ത് വന്നപ്പോ എന്റെ മനസ്സങ്ങ് സന്തോഷിച്ചു. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് സന്തോഷമായി. അവിടെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പിരിഞ്ഞു. 3 ദിവസം കഴിഞ്ഞു. അബൂ തൽഹ തങ്ങൾ പള്ളിയിലേക്ക് വരികയാണ്. പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ കാണാൻ നല്ല ചുറുചുറുക്കുള്ള ഒരു യുവാവിരുന്നു കൊണ്ട് ഫബക്കാ ബുകാഅൻ ശദീദാ, വല്ലാതെ കരയുകയാണ്. മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് സങ്കടപ്പെടുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. ചോദിക്കുന്നു, മോനെ എന്തിനാ കരയുന്നത്? എന്ത് പറ്റിയെന്ന് പറയൂ. ഉടൻ തന്നെ പറഞ്ഞു, അബൂ തൽഹ, എന്റെ ഉമ്മ കിടപ്പിലാണ് അബൂ തൽഹ. ഇന്നതാ 11 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. നല്ലതുപോലെ സംസാരിച്ച ഉമ്മയാണ്. എനിക്ക് ഭക്ഷണം തന്ന ഉമ്മയാണ്. എന്നോടൊപ്പം എല്ലാ സന്തോഷത്തിനും കൂടെ വന്നിരുന്ന പ്രിയപ്പെട്ട ഉമ്മയാ. പെട്ടെന്നാണ് കൈകാലുകൾ തളർന്നത്, സംസാരം നിന്നുപോയത്. അതുകൊണ്ട് സഹിക്കുന്നില്ല അബൂ തൽഹ. വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നിരിക്കാ എനിക്ക് മനസ്സു വരുന്നില്ല അബൂ തൽഹ. സംസാരമില്ലാതെ ചലനമറ്റ് കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മയെ കാണുമ്പോഴെങ്ങനാ എന്റെ വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്? അബൂ തൽഹ തങ്ങൾ പറഞ്ഞു, ഞാൻ നിനക്കൊരായത്ത് പഠിപ്പിച്ചു തരാം. ഞാൻ നിനക്കൊരായത്ത് പഠിപ്പിച്ചു തരാ. നീ ഓതുമോ? നീ നിന്റെ ഉമ്മാക്ക് മന്ത്രിക്കുമോ? അബൂ തൽഹ തങ്ങൾ സൂറത്തുൽ ഹശറിലെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. പരിശുദ്ധമായ ആയത്തുകൾ ഓതി കൊടുക്കുമ്പോ ചെന്നുകൊണ്ട് ഉമ്മാന്റെ അരികത്തിരുന്നിട്ട് ഓതുകയാണ്. അല്ലാഹുവേ, അത്ഭുതമൊന്ന് പറയട്ടെ സഹോദരങ്ങളെ. ഓതിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ സംസാരിക്കുന്നില്ല. സംസാരം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ ഉമ്മ അവിടെ മകനോട് വെള്ളം ചോദിക്കുകയാണ്. അല്ലാഹുവേ, ഉമ്മ വെള്ളം ചോദിച്ചതാണോ കിനാവ് കണ്ടതാണോ അറിയില്ല. പെട്ടെന്ന് അവിടെ ഒന്നുകൂടെ നോക്കുമ്പോ മകനെ വിളിക്കുന്നു, മോനെ ഉമ്മാക്ക് വെള്ളം തരുമോ? അവിടെ പെട്ടെന്ന് വെള്ളമെടുത്ത് ഉമ്മാന്റെ കയ്യിൽ കൊണ്ടു കൊടുത്ത് ഉമ്മ അത് കുടിക്കുമ്പോ, ഉമ്മ കൈ കാണിച്ചു കൊടുക്കുമ്പോ ഉമ്മാന്റെ കൈ പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്തിയിട്ട് ഉമ്മാന്റെ കവിൽ തടത്തിൽ തുരുതുരാ മുത്തം കൊടുത്തിട്ട് ഓടുകയാണ്. എവിടേക്കെന്നറിയോ? സയ്യിദുനാ അബൂ തൽഹ. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, അബൂ തൽഹ, നിങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകള് വിജയം കണ്ട് അബൂ തൽഹ, എന്ത് മാധുര്യമാ! എന്റെ സങ്കടം മാറ്റിയല്ലോ, എന്റെ പ്രയാസം മാറ്റിയല്ലോ, എന്റെ ദുഃഖം മാറ്റിയല്ലോ. അൽഹംദുലില്ലാഹ്. എന്റെ സങ്കടവും എന്റെ ദുഃഖവും എല്ലാം
അള്ളാഹു മാറ്റാനുള്ള മെയിൻ കാരണം അള്ളാഹുവിന്റെ ഖുർആൻ. സൂറത്തുൽ ഹശ്റിലെ ഈ ആയത്തുകളാണ് അബൂ തൽഹ. അത് നിങ്ങൾ എന്നോട് പഠിപ്പിച്ചപ്പോ ഞാനതുപോലെ ചെയ്തപ്പോ എന്റെ ഉമ്മാന്റെ രോഗത്തിന് അള്ളാഹു തആല ശമനം കൊടുത്തു. എന്റെ ഉമ്മയുടെ സങ്കടത്തെ അള്ളാഹു തആല മാറ്റിക്കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഖുർആൻ അത്ഭുതമാണ്. ഒരു വിശ്വാസമുള്ള നല്ല പോലെ ഈമാനിന്റെ മാധുര്യമുള്ള ഒരാൾ അള്ളാഹുവിന്റെ കലാമിനെ മുറുകെ പിടിച്ച് ഈ ഖുർആൻ കൊണ്ട് എന്റെ ഇന്ന കാര്യം സാധിക്കുമെന്നും മനസ്സുകൊണ്ട് നല്ല ഈമാനികമായ ചിന്തയോടുകൂടി വിശ്വാസം നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഉറപ്പാണ് എന്റെ പെങ്ങന്മാരെ, നമ്മൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിന്റെ ഇടയിൽ നമ്മുടെ പ്രിയപ്പെട്ട, ഇവിടെ ഞാൻ നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമില്ല, മുഴുവൻ ഉസ്താദുമാരാണ്. ഇതുപോലത്തെ ഒരു മജ്‌ലിസിന് കിട്ടാനുമില്ല നമുക്ക്. അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ നമ്മുടെ സംഘാടകരുടെ കയ്യില് ഒരു ബക്കറ്റ് കൊടുത്തുവിടാണ്. എല്ലാവരും നല്ല മനസ്സോടുകൂടി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിലുള്ളതിൽ നല്ലൊരു ഹദിയ ആ ബക്കറ്റിൽ നിക്ഷേപിക്കണം. ഖുർആൻ പഠിക്കുന്ന മക്കളുണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വിധിവിലക്കുകൾ പഠിച്ച പ്രിയപ്പെട്ട ഉസ്താദുമാരുണ്ട്, ആലിമീങ്ങൾ, ഹാഫിളീങ്ങൾ നിറഞ്ഞ പരിശുദ്ധമായ പവിത്രമായ ബഹുമാനപ്പെട്ട സയ്യിദന്മാരൊക്കെ ഉള്ള പവിത്രമായ മജ്‌ലിസാണ്. അതുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ടവർ ആ ബക്കറ്റിൽ നല്ലൊരു സംഖ്യ നിക്ഷേപിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് എത്തുടൻ തന്നെ നമുക്കൊക്കെ വേണ്ടി ആത്മാർത്ഥപരമായി ദുആ ചെയ്യും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കട്ടെ. എല്ലാവരും ഉറക്കെ ചൊല്ലിക്ക് മദീനയുടെ മുത്തിനോടൊരു സ്നേഹം വേണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു മണിമുത്തേ മദീനയിലാണേ മന്ദാര ചെപ്പിൻ അഴകാണേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് മദീനയുടെ വസന്തമേ, സർവറേ ആലം, സർക്കാരേ മുജസ്സം, താജ്ദാരേ മദീന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാര്, ഉമ്മമാര്, സഹോദരങ്ങള്, ചെറുപ്പക്കാര്, അവരുടെ മനസ്സിന്റെ മനോമുഖതയിലുള്ള ഹലാലായ ആഗ്രഹങ്ങൾ മുഴുവനും നീ സഫലമാക്കി കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കലാമിനെ മുറുകെ പിടിക്കാം. ഞാൻ ഇവിടത്തേക്ക് വരുമ്പോ ഉമ്മ എന്നുള്ള വിഷയം പറയാന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത്. അപ്പോഴാണ് അൽഹംദുലില്ലാ ഉസ്താദുമാർ, അതുപോലെ അള്ളാഹുവിന്റെ കലാം പഠിച്ച ഹാഫിളീങ്ങളായ മക്കൾ, അപ്പൊ ഏതായാലും ഖുർആൻ തന്നെ പറയാൻ അങ്ങനെ ഇവിടെ വന്നിട്ടാണ് ഞാൻ അൽഹംദുലില്ലാ തീരുമാനിച്ചെന്നെ. ഖുർആനെ സ്നേഹിക്കുന്നവർ, ഖുർആൻ പഠിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, അള്ളാഹുവേ വല്ലാത്തൊരു പുണ്യാണ്. ബഗ്ദാദിന്റെ മണ്ണിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു, അബൂ മുദൈഫ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് നല്ല ഗാനം, നല്ല പാട്ടുപാടുന്ന ആളാണ്. ഹാഫിളല്ല, ഖുർആൻ പഠിച്ചിട്ടില്ല. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന വഴിയില് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഒരു കൊച്ചുകുട്ടി ഇരുന്നിട്ട് പാരായണം ചെയ്യാൻ, ഒരു കൊച്ചു കുഞ്ഞ് ഇരുന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യാൻ. ഏതാണ്? യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. അള്ളാന്റെ പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഇങ്ങനെ ഓതുമ്പോ ഈ പാട്ടുപാടുന്ന ആളിങ്ങനെ നോക്കി നിന്നു. അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കാൻ, അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാണ്, പടച്ചോനെ, ഞാൻ എത്ര ഗാനം ആലപിച്ചാലും ഈ ഖുർആനിന്റെ ഒരു മാധുര്യം എന്റെ പാട്ടിൽ കിട്ടുന്നില്ലല്ലോ. ഈ ഖുർആനിന്റെ ഒരു മാധുര്യം എന്റെ പാട്ടിൽ വരുന്നില്ലല്ലോ. ഇദ്ദേഹം നേരെ പിതാവിന്റെ അരികിലേക്ക് എത്തി. പിതാവിനോട് പറഞ്ഞു, ഉപ്പാ, ഞാൻ പോകുന്ന വഴിയിൽ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ കേട്ടു. എന്തൊരു മാധുര്യമാണ്. കൊച്ചു കുഞ്ഞാണ് ഓതിയത്.
അപ്പൊ വാപ്പ പറഞ്ഞു, മോൻ എന്നൊരു കാര്യം ചെയ്യ്, ആ കുട്ടി എനിക്കൊന്ന് കാണിച്ചു തരണം. വാപ്പയും മകനും കൂടെ ആ കുട്ടിയെ കാണാൻ വേണ്ടി കടന്നു വന്നു. കൊച്ചുകുട്ടിയാണ്. അല്ലാഹുവേ, കൊച്ചു കുഞ്ഞാണിരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്നത്. ആ കുട്ടിയോട് ചോദിച്ചു, മോനെ, എന്റെ ഉപ്പാക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പാരായണം ചെയ്യുമോ? അല്ലാ. അവിടെ വെച്ചുകൊണ്ട് ആ കുട്ടി പാരായണം ചെയ്ത് ഏതെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൻ നസ്റാണ്. നല്ലതുപോലെ അവിടെ നിന്ന് പാരായണം ചെയ്തു കൊടുക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. പരിശുദ്ധമായ സൂറത്തുൻ നസ്ർ പാരായണം ചെയ്തു. കേട്ടുകൊണ്ട് നിന്നിരുന്ന പിതാവ് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. എന്നിട്ട് മകന്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, മകന്റെ തോളത്ത് അവിടെ നിന്ന് തട്ടിയിട്ട് പറഞ്ഞു, പൊന്നുമോനെ, പുന്നാര മോനെ, അള്ളാന്റെ കലാമാ നിനക്കും നല്ലത്. നീ എത്ര പാട്ടുപാടുന്നു, ഞാൻ ആ പാട്ട് മുഴുവനും കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞോദിയ ഖുർആനിന്റെ ഒരു മാധുര്യം ഒരു പാട്ടിലും വന്നിട്ടില്ല. മകനോട് ബാപ്പ പറയാൻ, മോനെ, നീ എത്ര പാട്ടാണ് എന്റെ മുമ്പിൽ വെച്ച് പാടിയത്, പക്ഷേ ആ പാട്ടിനൊന്നും ഈ ഖുർആനിന്റെ ഒരു മാധുര്യവും കടന്നു വന്നിട്ടില്ല. എത്ര ശൈലിയിൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ പലരും പല കോലത്തിൽ ഓതും, പല ശൈലിയിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഓതും. ഈ കുട്ടി 7 തവണ സൂറത്തുൻ നസ്ർ മാറിയും തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഓതിക്കൊടുത്തു. ഇദ്ദേഹത്തിന്റെ പിതാവിന് വലിയ ഇഷ്ടമായി. അദ്ദേഹം അന്ന് മുതൽ ഇറങ്ങി. എന്തിനെന്നറിയോ? ഖുർആൻ പഠിക്കാനല്ല, ഖുർആൻ പഠിക്കുന്നവരെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അദ്ദേഹം അങ്ങനെ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് കടന്നു ചെന്നിട്ട് ചോദിക്കുകയാണ്, ബഗ്ദാദിന്റെ മണ്ണിലൂടെ നടന്നിട്ട് ചോദിക്കുകയാണ്, ആരാ അള്ളാഹുവിന്റെ കലാമിനെ പഠിപ്പിക്കാൻ, മക്കളെ പറഞ്ഞയക്കാൻ ആഗ്രഹമുള്ളവരാരാണ്? പരിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നാളെ പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ അള്ളാഹുവേ സന്തോഷത്തിന്റെ കിരീടം ആഗ്രഹിക്കുന്നവരാരാ? അവര് പറഞ്ഞു വിട്ടു, അവരുടെ മക്കളെ നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടെ മക്കൾക്ക് എന്ത് വേണോ? അവരുടെ വസ്ത്രം വേണോ? അവരുടെ പാർപ്പിടം വേണോ? അവർക്ക് എന്തൊക്കെ വേണോ? ഭക്ഷണം വേണോ? അതെല്ലാം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ പ്രിയപ്പെട്ട പിതാവ് ചോദിച്ചു നടക്കുകയാണ്. 17 കുട്ടികൾ അങ്ങനെ കടന്നു വന്നു. പടച്ച റബ്ബേ, ഈ കുട്ടികൾ കടന്നു വന്നു. പിന്നീടുള്ള ആഗ്രഹം എന്താ? ഇവരെ പഠിപ്പിക്കണമല്ലോ. ആ നാട്ടിലെ ഏറ്റവും നല്ലതുപോലെ ഖുർആൻ ഓതുന്ന ഒരു ഖാരിനെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എത്ര ചോദിച്ചാലും ഞാൻ ശമ്പളം തരാ, ഈ കാണുന്ന മക്കൾക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുമോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോ പറഞ്ഞു, വല്ലാഹ് ഖുർആനെ പഠിപ്പിക്കാൻ ഞാൻ ചോദിച്ചിട്ടില്ല, നിങ്ങളുടെ മനസ്സറിഞ്ഞ് തരുമോ അത് ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നല്ല നീയത്തോടെ, നല്ല മനസ്സോടെ, ആഗ്രഹത്തോടെ ഖുർആൻ പഠിക്കാൻ കടന്നിരിക്കുകയാണ്. അങ്ങനെ ഈ 17 മക്കളും ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ പെട്ടെന്ന് ഇദ്ദേഹത്തിന് രോഗം വരികയാണ്. രോഗം വന്നിട്ട് മരിച്ചു പോവുകയാ, മരണപ്പെട്ടു പോവുകയാ. എന്നാൽ സ്വന്തം മകൻ അവിടെ നിന്ന് പാട്ടിന്റെ ലോകത്ത്, കവിതയുടെ ലോകത്തേക്ക് മാറിപ്പോയി. മകൻ അവിടെ നിന്ന് ഖുർആൻ പഠിച്ചില്ല, ഖുർആനിന്റെ വഴികളിലൂടെ കടന്നു പോയില്ല. പിന്നെ ആരാ ബാക്കിയുള്ളത്? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പവിത്രമായ പരിശുദ്ധമായ ഈ ഖുർആനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 17 മക്കള് ഇദ്ദേഹത്തിന്റെ ഖബറിന്റെ ചുറ്റുഭാഗത്ത് പോവുകയാണ്. അല്ലാഹുവേ, അവരിങ്ങനെ ഖുർആൻ ഓതുകയാണ്. ഓതിയിട്ട് അതിൽപ്പെട്ട ഒരു കുട്ടി ദുആ ചെയ്തു, അല്ലാഹ്, ഞങ്ങളുടെ പിതാവല്ലെങ്കിലും ഞങ്ങളുടെ പോറ്റുപ്പയാണ് റബ്ബേ,
കബർ സ്വർഗമാക്കണേ അല്ലാ, സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ, ആനന്ദത്തിന്റെ വീടാക്കണേ അല്ലാ എന്ന് പറഞ്ഞ് നല്ല മനസ്സോടെ ദുആ ചെയ്യുമ്പോ ബാക്കിയുള്ള 16 കുട്ടികളും ഒരുമിച്ച് ആമീൻ പറയുകയാ. എന്തേ ഭാഗ്യമെന്നറിയുമോ? എന്തൊരു ഭാഗ്യമാണെന്നറിയുമോ? അദ്ദേഹം ഭക്ഷണം കൊടുക്കുന്ന മക്കള്, അദ്ദേഹം പാർപ്പിടം കൊടുത്ത മക്കള്, അദ്ദേഹം വസ്ത്രം കൊടുത്ത മക്കള്, അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ സ്വത്തുക്കൾ മുഴുവനും പഠിപ്പിക്കുന്ന ഉസ്താദിനോട് പറഞ്ഞു, ഇതെല്ലാം എന്റെ ഈ മക്കൾക്കാണ്, അവർക്കാണ് മാറ്റിവെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പിരിഞ്ഞുപോയ മനുഷ്യനാണ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കള് വന്നില്ലെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കള് സമ്പത്തുകൾ കൊടുത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ മജ്ലിസിൽ വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സയ്യിദന്മാര് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാൻ ഭയങ്കര മടിയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശറഫുദ്ദീൻ തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ്. എല്ലാവർക്കും നമ്മുടെ ഉസ്താദുമാർ, മുത്തഅല്ലിമുകൾ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ ഒരു 10 മിനിറ്റ് തങ്ങളോട് കടം ചോദിച്ചിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആര് വന്നില്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കൾ, നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ പഠിപ്പിച്ച നമ്മുടെ പൊന്നുമക്കൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങൾ ഒരാളെങ്കിലും ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുത്താൽ ആ കുട്ടി ആ ഭക്ഷണം കഴിച്ചിട്ട് അന്നിരുന്നിട്ട് ഖുർആൻ ഓതുന്നത്, അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാ. ആരംഭമണിമുത്ത് ത്വാഹാവിൻ വാക്കാണ് ചൊല്ലിപ്പറഞ്ഞതല്ലോ, എന്നും മനമിൽ കുളിർത്തതല്ലോ, പരിശുദ്ധ കലാമിന്റെ പൂർണ്ണത കാട്ടിയും ചൊല്ലിപ്പറഞ്ഞതല്ലോ, ത്വാഹാവ് ഓർത്ത് പറഞ്ഞതല്ലോ, കൊണ്ടുപോയി ഭക്ഷണമാകെ ഒന്നു കൊണ്ടു കൊടുക്കൂ സ്വഹാബ, എന്നാൽ പ്രതിഫലം നിങ്ങളറിയാതെ വന്നങ്ങു ചേരുന്നതാ, മനമിൽ കുളിർക്കുന്നതാ. അല്ലാഹുവേ, അവിടുന്ന് മുസ്തഫ നബി തങ്ങള് പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞതാണ്, സ്വഹാബാ, അല്ലാഹുവിന്റെ കലാമിനെ പഠിക്കുന്ന മക്കളുണ്ടല്ലോ, അവരെ നിങ്ങൾ കോരിയെടുക്കണം സ്വഹാബ, അവരെ സ്നേഹിക്കണം സ്വഹാബ. കലാമിനെ ഇഷ്ടപ്പെടുന്നവരാരാ? അതിനുവേണ്ടി സമ്പത്ത് കൊടുക്കുന്നവരാരാ? അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാരാ? അവരെ പറ്റി നല്ല വർത്തമാനം പറയുന്നവരാരാണ്? അല്ലാഹുവേ, അവര് ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഈ പരിശുദ്ധമായ നമ്മുടെ മജ്ലിസിൽ കടന്നിരിക്കുകയാണ്. ഇതിനേക്കാൾ സൗഭാഗ്യം നമുക്കൊന്നുമില്ല, ഇതിനേക്കാൾ സന്തോഷം നമുക്കൊന്നുമില്ല, ഇതിനേക്കാൾ ആനന്ദം നമുക്കൊന്നുമില്ല. മുസ്തഫ നബി തങ്ങളുടെ വിശാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ വാക്കുകളാ നമ്മൾ ഇവിടെ പറയുമ്പോ, ഹബീബിന്റെ പാരമ്പര്യമുള്ളവർ നമ്മുടെ മജ്ലിസിൽ ഇരിക്കുമ്പോ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് പെങ്ങളെ, നമ്മൾ എത്ര ഭാഗ്യവതികളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഞാൻ വലിയൊരു സംഖ്യ ചോദിക്കാൻ വന്നവനല്ല, എന്നാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും വല്ലാത്ത സങ്കടത്തിന്റെ അവസ്ഥയിലാണ്, ദുഃഖത്തിന്റെ അവസ്ഥയിലാണ്, പ്രയാസത്തിന്റെ അവസ്ഥയിലാണ്, ജോലിയില്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്ന അവസ്ഥയിലാണ്. എന്നാൽ ഞാൻ ഒരു ചെറിയ ഒരു ഹദിയ അള്ളാന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട്, ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട്, നിങ്ങൾക്കൊക്കെ തങ്ങൾ ദുആ ചെയ്യും, നിങ്ങൾക്ക് എല്ലാവർക്കും സയ്യിദ് അവറുകൾ ദുആ ചെയ്യും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ദിവസത്തെ
ഇത്രയും മക്കൾ ഇവിടെ ഖുർആൻ പഠിക്കുന്നുണ്ടല്ലോ. അല്ലാ, നിങ്ങൾ നോക്ക്, ഖുർആൻ മനപ്പാഠമാക്കിയ മക്കൾ നമ്മുടെ മുമ്പിൽ സനത് മേടിക്കാൻ കടന്നിരിക്കുമ്പോ അവരെ സഹായിച്ചവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാ, നിങ്ങൾ ഭാഗ്യവതികളാ. കാരണം ലക്ഷക്കണക്കിന് രൂപകൾ നമ്മൾ ചിലവഴിച്ചു. അതിൽ എല്ലാം നമുക്ക് നാളത്തേക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? എന്നാൽ റബ്ബേ, അള്ളാന്റെ കലാമിനെ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കാൻ നിങ്ങൾ കഴിഞ്ഞാൽ, നിങ്ങൾക്കൊന്ന് കഴിഞ്ഞാൽ, ഈ ഇരിക്കുന്ന മക്കളുടെ ഒരു ദിവസത്തെ പോറ്റുപ്പയാകാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ, പോറ്റുമ്മയാകാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ, അൽഹംദുലില്ലാഹ്, അത് വല്ലാത്ത ഭാഗ്യമാണ്, അത് വല്ലാത്ത ഇഷ്കാണ്. അതുകൊണ്ട് ബാപ്പാ, ചെറുപ്പക്കാരാ, നാളെ നമ്മുടെ ഖബറിന്റെ അരിക്കല് നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കൾ വരുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ആ മക്കൾ വന്ന് ദുആ ചെയ്യുമെന്ന് ഉറപ്പുണ്ടോ? എന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ, ഇവിടെ ഇരിക്കുന്ന സയ്യിദന്മാരുൾപ്പെടെയുള്ളവർ, ഈ ഇരിക്കുന്ന ആലിമീങ്ങൾ ഉൾപ്പെടെയുള്ളവർ, ഇവിടെ ഇരിക്കുന്ന ഹിഫ്ള് പഠിക്കുന്ന മക്കൾ ഉൾപ്പെടെയുള്ളവർ, അവരുടെ ദുആയിലുണ്ട് റബ്ബേ, ഞങ്ങൾ പഠിക്കുന്ന സമയമുണ്ടല്ലോ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട്, ഞങ്ങളെ ചേർത്ത് പിടിച്ചവരുണ്ട്, ഞങ്ങൾക്ക് വെള്ളം തന്നവരുണ്ട്. അല്ലാഹുവേ, അവരിൽ പലരും മരിച്ചിട്ടുണ്ട്. അവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ.